അടുത്ത ആഴ്ച ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ക്ലാസ് കാണുന്ന എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? അപ്പൊ 3 പേരുടെ പേര് തന്നിട്ടുണ്ട്. ആർക്കാണ് ഇതില് ഭാരതരത്നം ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ഭാഭ. ഇതില് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് APJ അബ്ദുൽ കലാമിന് മാത്രമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓൺലി 2 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഈ ഒരു 3 പേരിൽ ആർക്കാണ് ലഭിച്ചത്? APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സൂടെ പഠിച്ചു പോവാം. APJ അബ്ദുൽ കലാം കലാമിന് 1997 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. അപ്പൊ പഠിച്ചു വെക്കണേ. APJ അബ്ദുൽ കലാമിന് 1997 ഭാരതരത്നം ലഭിച്ചത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ നമുക്കറിയാം എന്താണ് APJ അബ്ദുൽ കലാമിനെ എന്നാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 1997 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. PSC ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ആവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് കേട്ടോ. ആവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് കേട്ടോ. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹത്തിന്റെ ജനനം വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വഹിച്ച പദവി എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. 2002-2007 കാലഘട്ടമാണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ. പ്രധാന പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, വിസ്മയ വിപ്ലവം. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, പഠിച്ചു വെക്കണം. APJ അബ്ദുൽ കലാമിന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, വിസ്മയ വിപ്ലവം, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇത് 3 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതിനാലാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. പഠിച്ചു വെക്കണം. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതിനാലാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1998 പൊക്രാൻ 2 ആണവ പരീക്ഷണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. 1998 പൊക്രാൻ 2 ആണവ പരീക്ഷണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 വികസിപ്പിക്കുന്നതിൽ പ്രൊജക്ട് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 വികസിപ്പിക്കുന്നതിൽ പ്രൊജക്ട് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചു. അപ്പൊ നമുക്ക് APJ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുവാണ്. ഈ പോയിന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ ഈ ഒരു പോയിന്റ്സിൽ നിന്നായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ. അതേ കണക്ട് ചെയ്ത് തന്നെ ബാക്കിയുള്ള ഭാരതരത്നം ലഭിച്ച മറ്റു പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഭാരതരത്നം ലഭിച്ച മറ്റു പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞര് CV രാമൻ. CV രാമന് 1954 ആദ്യമായി ഭാരതരത്നം ലഭിച്ചവരിൽ ഒരാളാണ് CV രാമൻ കേട്ടോ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം എന്നാണ് 1954. CNR റാവുവിന് 2014 ഭാരതരത്നം ലഭിച്ചു കേട്ടോ. CNR റാവുവിന് 2014 ഭാരതരത്നം ലഭിച്ചു. CV രാമന് 1954 ഭാരതരത്നം ലഭിച്ചു. APJ അബ്ദുൽ കലാമിന് 1997 കേട്ടോ. 1900 നോട്ട് ചെയ്തോണേ. 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ചത്. ഇനി നമ്മൾ വിക്രം സാരാഭായിയെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. ഈ വിക്രം സാരാഭായ്ക്ക് അദ്ദേഹത്തിന് പത്മഭൂഷൺ 1966 പത്മവിഭൂഷൺ 1972 മരണാനന്തരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. വിക്രം സാരാഭായ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്നു.
അടുത്തത് ഹോമി ജെ ഭാവ. ഹോമി ജെ ഭാവ ഇന്ത്യൻ ആണവോർജ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്നു. ഇന്ത്യൻ ആണവോർജ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഹോമി ജെ ഭാവയാണ്. അദ്ദേഹത്തിന് പത്മഭൂഷൺ 1954 ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണ്? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. അപ്പൊ ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് അഥവാ ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യമാണോ? അല്ല. സൗരോർജ പ്രതലത്തിൽ അതെ, അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. അപ്പൊ എനിക്ക് തെറ്റിപ്പോയതാണ്, പഠിച്ചു നോക്കണം. ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഏതൊക്കെയാണ്? സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ക്രോമോസ്ഫിയറും കൊറോണയും തമ്മിലുള്ള ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സൗരോർജ്ജത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കൽ, അത് തെറ്റായിട്ടുള്ള, അത് ലക്ഷ്യമല്ല. റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 1 മാത്രമാണ്. അപ്പൊ എന്താണ് ആദിത്യ L1? നമ്മൾക്കറിയാം ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് അഥവാ ക്രോമോസ്ഫിയറും കൊറോണയും കുറിച്ചുള്ള ചലനാത്മകതയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി അയച്ച ഉപഗ്രഹമാണ് ആദിത്യ L1 കേട്ടോ. അപ്പൊ നമുക്ക് ആദിത്യ L1നെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദിത്യ L1 വിക്ഷേപണ തീയതി എന്ന് പറഞ്ഞാൽ 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C57 ആണ് കേട്ടോ. വിക്ഷേപണ വാഹനം PSLV C57 ആണ്. ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഹാലോ ഓർബിറ്റിലെ ലഗ്രാഞ്ച് പോയിന്റ് ആണ്. ലഗ്രാഞ്ച് പോയിന്റ് 1 അഥവാ L1 എന്നറിയപ്പെടും കേട്ടോ. അപ്പൊ നമ്മുടെ ആദിത്യ L1ന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണ്? ഹാലോ ഓർബിറ്റിലെ ലഗ്രാഞ്ച് പോയിന്റ് 1 അഥവാ L1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ലക്ഷ്യസ്ഥാനം. ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗമായ ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ കുറിച്ച് പഠിക്കുക. അപ്പൊ സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗങ്ങളായിട്ടുള്ള ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ കുറിച്ച് പഠിക്കുക. സൗരവാതകങ്ങളെയും അഥവാ സോളാർ വിൻസിനെയും കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ CME എന്ന് പറയും നിരീക്ഷിക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? സൗരവാതകങ്ങളെയും സോളാർ വിൻസിനെയും കൊറോണൽ മാസ് ഇഞ്ചക്ഷനെയും നിരീക്ഷിക്കുക. സൗരജ്വാലകൾ ബഹിരാകാശ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നിവയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കണം. നമ്മുടെ ആദിത്യ L1ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗങ്ങളായ ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ കുറിച്ച് പഠിക്കുക. സൗരവാതകങ്ങളെ കൊറോണൽ മാസ് ഇഞ്ചക്ഷനെ നിരീക്ഷിക്കുക. സൗരജ്വാലകൾ ബഹിരാകാശ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 വർഷമാണ് ആദിത്യ L1ന്റെ കാലാവധി വരുന്നത്. ആദിത്യ L1ൽ നമുക്ക് പെലോഡുകളുണ്ട്. ആകെ 7 പെലോഡുകളാണ് ഇതിലുള്ളത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം ആദിത്യ L1ന് എത്ര പെലോഡുകളാണുള്ളത് എന്നൊക്കെ ചോദിക്കാം. ആകെ 7 പെലോഡുകളാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. 2 ടൈപ്പ് ഓഫ് പെലോഡുകളാണ് വരുന്നത്. ഒന്ന് റിമോട്ട് സെൻസിങ് പെലോഡുകളും പിന്നെ ഇൻ സിറ്റു പെലോഡുകളുമാണ്. അപ്പൊ റിമോട്ട് സെൻസിങ് പെലോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റിമോട്ട് സെൻസിങ് പെലോഡുകൾ എന്ന് പറയുന്നത് സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കുന്നവയാണ്. റിമോട്ട് സെൻസിങ് പെലോഡുകൾ എന്താണ്? സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കുന്നവയാണ്. അതായത് ഈ ഉപകരണങ്ങൾ സൂര്യന്റെ വിവിധ പാളികളിൽ നിന്നുള്ള പ്രകാശത്തെയും കിരണങ്ങളെയും നിരീക്ഷിക്കുന്നു. ഫസ്റ്റ് പെലോഡാണ് VELC. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. VELC വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണയെ നിരീക്ഷിക്കുന്നു. ഇതിലെ പ്രധാന ദൗത്യം കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകൾ CME കുറിച്ച് പഠിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ ആദിത്യ L1ന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം തന്നെ ഇതല്ലേ. അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെലോഡ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം ആദിത്യ L1ന്റെ പ്രധാനപ്പെട്ട പെലോഡ് ഏതാണ്? VELC ആണ്. VELC വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. ഇതെന്താണ്? ഇതിന്റെ ദൗത്യം എന്താണ്? ഇതിന്റെ ഒരു എന്താണ് യൂസ് എന്താണ്? സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണയെ നിരീക്ഷിക്കുന്നു. ഇതിലെ പ്രധാന ദൗത്യം കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളെ കുറിച്ച് പഠിക്കുക എന്നതാണ് VELCയുടെ ദൗത്യം. VELC ഒരു റിമോട്ട് സെൻസിങ് പെലോഡാണ്. അടുത്തത് സ്യൂട്ട് എന്ന് പറഞ്ഞ പെലോഡാണ്. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ്. സ്യൂട്ട് എന്താണ്? സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ്
ടെലസ്കോപ്പ് സൂര്യന്റെ അൾട്രാ വയലറ്റ് ചിത്രങ്ങൾ പകർത്തുന്നു. ഇത് ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. അടുത്തത് സോലെക്സ് എന്ന് പറയും. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ സൂര്യനിൽ നിന്നുള്ള തീവ്രത കുറഞ്ഞ എക്സ്റേകളെ നിരീക്ഷിക്കുന്നു. HE10S ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ സൂര്യനിൽ നിന്നുള്ള ഉയർന്ന ഊർജ്ജമുള്ള എക്സ്റേകളെ നിരീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഇൻസിസ്റ്റോ പെലോഡുകൾ അഥവാ എന്താണ് ലഗ്രാഞ്ച് പോയിന്റ് 1 L1 എത്തുന്ന സൗരവാതകങ്ങളെയും കാന്തിക ക്ഷേത്രങ്ങളെയും അവിടെ വെച്ച് തന്നെ അളക്കാൻ ഈ ഉപകരണങ്ങൾ സഹായിക്കുന്നു കേട്ടോ. അപ്പൊ ഇത് ഇൻസിസ്റ്റോ പെലോഡുകൾ 3 എണ്ണമാണുള്ളത്. ഒന്ന് ആസ്പെക്സ് ആണ്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. സൗരവാതകങ്ങളിലെ പ്രോട്ടോണുകളെയും ആൽഫ കണങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് ആസ്പെക്സ്. രണ്ടാമത്തേത് പപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. സൗരവാതകങ്ങളിലെ പ്ലാസ്മയുടെ സ്വഭാവം പരിശോധിക്കുന്നതാണ് പപ്പ എന്ന് പറഞ്ഞ പെലോഡ് കേട്ടോ. അടുത്തത് അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നോമീറ്റേഴ്സ്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള അന്തർഗ്രഹ കാന്തിക ക്ഷേത്രത്തിന്റെ ശക്തിയും ദിശയും അളക്കാൻ വേണ്ടിയുള്ള പെലോഡാണ് കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയുമാണ്. ഈ ഒരു ആദിത്യ L1 ബന്ധപ്പെട്ട് VLC ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെലോഡ്. അതൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ ഫോമും ജസ്റ്റ് എന്തിനൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള? അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്. ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ നോക്കാം. ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ നോക്കാം. ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. only 1 and 3 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ അഥവാ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതായത് ഈ ഒരു ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചത് 2023 ജനുവരി 4-നാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. നിലവിൽ വന്നത് 2023 ജനുവരി 4-നാണ്. അപ്പൊ ഈ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ അടങ്ങുന്ന മന്ത്രാലയം ഏതാ? അതിനെ നോട്ട് ചെയ്യുന്നത്, അതായത് നോഡൽ മന്ത്രാലയം ഏതാന്ന് പരീക്ഷിക്കും. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിക്കും. കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ വരുന്നത്. അഥവാ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനവബിൾ എനർജിയുടെ MNRE എന്ന് പറയും. കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ വരുന്നത്. ഇതിന്റെ ഒരു ലക്ഷ്യമിടുന്ന ഈ ഒരു മിഷൻ ലക്ഷ്യമിടുന്ന വർഷം എന്ന് പറഞ്ഞാൽ 2030 ആണ്. ഈ ഒരു ദേശീയ ഹൈഡ്രജൻ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രതിവർഷം 5 MMT എന്ന് പറഞ്ഞാൽ മില്യൺ മെട്രിക് ടൺ ആണ്. അഥവാ 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനമാണ്. പഠിച്ചു വെക്കണം. എന്താണ് പ്രധാന ലക്ഷ്യം? പ്രതിവർഷം കുറഞ്ഞത് 5 MMT മില്യൺ മെട്രിക് ടൺ അഥവാ 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം. അതോടൊപ്പം തന്നെ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ 125 ജിഗാവാട്ട് വർധനവ്. ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ 1 ലക്ഷം കോടി രൂപയുടെ കുറവ് വരുത്തുക. 6 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഹരിതഗ്രഹ വാതക പുറന്തള്ളൽ പ്രതിവർഷം 50 MMT കുറയ്ക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വന്നത്. ഇനി നമുക്ക് എന്താണ് ഹരിത ഹൈഡ്രജൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹരിത ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളത്തെ ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജനെയാണ് ഹരിത ഹൈഡ്രജൻ എന്ന് പറഞ്ഞത്. ഈ പ്രക്രിയയിൽ കാർബൺ പുറന്തള്ളപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് ഹരിത ഹൈഡ്രജൻ? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളത്തെ ഇലക്ട്രോളിസിസ് പ്രക്രിയയിലൂടെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജനെയാണ് ഹരിത ഹൈഡ്രജൻ അഥവാ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ പ്രക്രിയയിലൂടെ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന ഹൈഡ്രജനിൽ കാർബൺ പുറന്തള്ളപ്പെടുന്നില്ല എന്നൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്.
അതായത് നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീണ്ടിരിക്കുന്ന ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ആ 1 hour ലൈവ് സെക്ഷന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ എക്സാമിനും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസും ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഡിസ്കഷൻ ചെയ്ത് തന്നെ കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 6 മാസം വരെയാണ്. ഇനി വരുന്ന 6 മാസത്തിനുള്ളിലായിരിക്കും എല്ലാ പരീക്ഷകളും വരുന്നത്. 10th ലെവൽ പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാം വരുന്നത്. ആ 10th ലെവൽ പരീക്ഷകൾ വരെയാണ് നമ്മുടെ ഇതിന്റെ ഒരു വാലിഡിറ്റി വരുന്നത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണ്. കാരണം ഇനി വരുന്ന എല്ലാ പരീക്ഷകളും, ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 3 സ്റ്റേജസ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർവുമൺ, കമ്പനി ബോർഡ്, LGS, VFA, ബെവ്കോ, LDC തുടങ്ങിയ എല്ലാ പരീക്ഷകളും വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ 10ഉം 20ഉം മാർക്കാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് പ്രൊസൺ ഓഫീസർ പരീക്ഷയ്ക്ക് നമ്മുടെ ബാച്ചിൽ നിന്നാണ് മുഴുവൻ ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. നമ്മുടെ ബാച്ചിലുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോടെ, ലൈവ് ഡിസ്കഷനിലൂടെ നമുക്ക് ഈ ഒരു ബാച്ചിലൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാം. ടെലഗ്രാമിലാണ് ക്ലാസ് നടക്കുന്നത്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകൾ നമുക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു, ശരിയാണ്. അതുപോലെ തന്നെ എന്താണ് 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു, ശരിയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ശരി ഏതാണ്? 1ഉം 2ഉമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഓരോ നോക്കി പോവാം. വന്യജീവി സംരക്ഷണ നിയമം അഥവാ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്നത് കേട്ടോ. അപ്പൊ വന്യജീവി സംരക്ഷണ നിയമം 1972. ജലമലിനീകരണ നിയന്ത്രണ നിയമം, വാട്ടർ ആക്ട് എന്ന് പറഞ്ഞ ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974 വന്നത്. 1974. വായു മലിനീകരണ നിയന്ത്രണ നിയമം, എയർ ആക്ട് 1981. പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷണൽ ആക്ട് 1986. ഈ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ എന്താണ് പറയുന്നത്? അംബ്രല്ല ആക്ട് എന്നും അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മോട് ചോദിക്കുക, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അംബ്രല്ല ആക്ട് എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ നിയമമാണ്. എന്നാണ് വന്നത്? 1986. ഇനി ജൈവ വൈവിധ്യ നിയമം, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം 2010 കേട്ടോ. NGT ആക്ട് എന്ന് പറയും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം 2010 വന്നത്. നമ്മുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 വന്നത് കേട്ടോ. അപ്പൊ അതല്ല, 2010 വന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ NGT എന്ന് പറയും. സ്ഥാപിതമായത് 2010 ഒക്ടോബർ 18 ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. റീജിയണൽ ഓഫീസുകൾ ഒന്ന് ഓർത്തു വെച്ചോണേ. ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ റീജിയണൽ ഓഫീസുകളിൽ പെടാത്തത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു വെക്കണം. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിൽ വന്നത് 2010 ഒക്ടോബർ 18 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. റീജിയണൽ ഓഫീസുകൾ ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ ആണ്. ഈ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക കേട്ടോ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പ്രധാന ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. പഠിച്ചു നോക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിനു മുമ്പേ നമുക്ക് ഓസ്ട്രേലിയക്കും ന്യൂസിലാൻഡിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രത്യേക ട്രൈബ്യൂണൽ പരിസ്ഥിതിക്ക് വേണ്ടി വന്നത് കേട്ടോ. അപ്പം 3ാമത്തെ രാജ്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന
ലോകത്തിലെ 3ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി പോവാം. ശനിയുടെ ഉപഗ്രഹമായ മൂൺ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. ശരിയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദുബായിൽ നടന്ന UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ആൻസർ 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് തെറ്റാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അതായത് യുണൈറ്റഡ് നേഷൻസ് UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം 2023 നടന്നത് ദുബായിലാണ്. പക്ഷേ ഈ ഒരു ഡേറ്റിൽ വന്ന മിസ്റ്റേക്ക് ആണ്. അതാണ് ഇവിടെ തെറ്റായത്. നമുക്കത് റിലേറ്റഡ് ഫാക്ടിൽ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ശനിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നിലവിലെ കണക്ക് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ആണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമാണ്. ഞാനിപ്പോ ഒന്ന് സെർച്ച് ചെയ്ത് റെഫർ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നിലവിലെ കണക്ക് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ആണ്. ശനിയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് ഉള്ള ഉപഗ്രഹം ഉള്ള ഏതാണ്? ശനിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിലെ കണക്ക് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ആണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ് കേട്ടോ. ടൈറ്റനുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഉപഗ്രഹവുമാണിത് കേട്ടോ. അപ്പൊ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹവും സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഉപഗ്രഹവുമാണ് ടൈറ്റൻ കേട്ടോ. ഈ ടൈറ്റന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ കേട്ടോ. പഠിച്ചു നോക്കണം. കട്ടിയുള്ള അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയെ പോലെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിലും തടാകങ്ങളും നദികളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ടൈറ്റനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ പഠിച്ചു നോക്കണം. ഭൂമിയെ പോലെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിലുള്ള തടാകങ്ങളും നദികളും അഥവാ മീഥേൻ, ഈഥേൻ എന്നിവയുടെ സാന്നിധ്യം മൂലമാണ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ മറ്റൊരു പ്രധാന ഉപഗ്രഹമാണ് മിമാസ് കേട്ടോ. അതാണ് നമ്മുടെ ഓപ്ഷൻസ് ചോദിച്ചിട്ടുള്ളത്, അല്ല സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. മിമാസ് എന്ന് പറഞ്ഞ ഉപഗ്രഹം ഇതിലെ ഭീമാകാരമായ ഹെർഷൽ എന്ന ഗർത്തം കാരണം ഇതിനെ ഡെത്ത് സ്റ്റാർ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ശനിയുടെ ഉപഗ്രഹമാണ് മീമാസിന്റെ പ്രത്യേകത എന്താണ്? ഇതിലെ ഭീമാകാരമായ ഹെർഷൽ എന്ന ഗർത്തം കാരണം ഇതിനെ ഡെത്ത് സ്റ്റാർ എന്ന് വിളിക്കുന്നു. അടുത്ത കാലത്തെ പഠനങ്ങൾ പ്രകാരം ഇതിനുള്ളിൽ ഒരു സമുദ്രം ഒളിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ മീമാസിൽ എന്താണ്? ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള മീമാസിലെ അറിയപ്പെടുന്നത് എന്താണ്? ഡെത്ത് സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഹെർഷൽ എന്ന ഗർത്തം കാരണം ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് മീമാസ്. അടുത്ത കാലത്തെ പഠനങ്ങൾ പ്രകാരം മീമാസിൽ ഒരു സമുദ്രം ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഗ്രഹമാണ്, 2ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് വ്യാഴം കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് 2ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് 101 ഉപഗ്രഹങ്ങളുണ്ട്. നിലവിൽ 101 ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ് ഗാനിമേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഗാനിമേഡ് പഠിച്ചു വെക്കണേ. ഗാനിമേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഗാനിമേഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ് കേട്ടോ. അപ്പൊ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ്? വ്യാഴത്തിലാണ്. ഈ ഗാനിമേഡ് ഇത് ബുധൻ അഥവാ മെർക്കുറി ഉപഗ്രഹത്തെക്കാൾ വലുതാണ് കേട്ടോ. ഇപ്പൊ ബുധൻ എന്ന് പറഞ്ഞ ഉപഗ്രഹത്തെക്കാൾ വലുതാണ് ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹത്തെക്കാൾ വലുതാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമേഡ്. സ്വന്തമായി കാന്തിക മണ്ഡലമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ഗാനിമേഡ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. സ്വന്തമായി കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമേഡ്. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ മറ്റൊരു ഉപഗ്രഹമാണ് അയോ എന്ന് പറയുന്ന ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന ഉപഗ്രഹ വസ്തുവാണ് കേട്ടോ അയോ എന്ന് പറയുന്നത്. അപ്പൊ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന ഉപഗ്രഹം ഏതാണ്? അയോ എന്ന് പറഞ്ഞ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഈ അയോ എന്ന് പറഞ്ഞ വ്യാഴത്തിന്റെ ഉപഗ്രഹത്തിന്റെ മേളിൽ ഇതിന്റെ ഉപരിതലം സൾഫർ കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ. അപ്പം അയോയുടെ ഉപരിതലം എന്താണ്? സൾഫർ കൊണ്ട് നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനുമാണ് കേട്ടോ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനുമാണ്. അടുത്ത
അടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ റിലേറ്റഡ് ഫാക്ട്, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 3D പ്രിന്ററുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. വിസ്കോൺ മാഡിസൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യ മസ്തിഷ്ക കോശങ്ങളെ വിജയകരമായി വികസിപ്പിച്ചു. ഇവ സാധാരണ മസ്തിഷ്ക കോശങ്ങളെ പോലെ പരസ്പരം ആശയവിനിമയം നടത്താൻ ശേഷിയുള്ളവയാണ്. അപ്പൊ പഠിച്ചു വെക്കണേ, ആരാണ് നിർമ്മിച്ചതെന്നൊക്കെ പരീക്ഷയ്ക്ക് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യ മസ്തിഷ്ക കോശങ്ങളെ വിജയകരമായി വികസിപ്പിച്ചു. ഇവ സാധാരണ മസ്തിഷ്ക കോശങ്ങളെ പോലെ പരസ്പരം ആശയവിനിമയം നടത്താൻ ശേഷിയുള്ളവയാണ്. അടുത്ത പോയിന്റ്, ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 അവസാനിച്ചത് 2023 ഡിസംബർ 13-നാണ്. നമ്മൾ ഡിസംബർ 3-നാണ് ഓപ്ഷൻസ് തന്നത്, അത് തെറ്റാണ്. അപ്പൊ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അഥവാ COP28 അവസാനിച്ചത് 2023 ഡിസംബർ 13-നാണ്. അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് COP29 COP30 ഒക്കെയാണ്. അപ്പൊ COP29 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 2024 നടന്നത് അസർബൈജാനിലെ ബാക്കുവിലാണ് കേട്ടോ. അസർബൈജാൻ ബാക്കുവാണ്. അത് നടന്ന ഒരു ഡേറ്റ് കൂടെ അറിഞ്ഞിരിക്കണം. COP29 നടന്നത് 2024 നവംബർ 11 മുതൽ നവംബർ 22 വരെയാണ്. നവംബർ 11 മുതൽ നവംബർ 22 വരെയാണ്. അതുപോലെ തന്നെ COP30 2025 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30 നടന്നത് ബെലേമാണ്, ബ്രസീലിലെ ബെലേമാണ്. 2025 നവംബർ 10 മുതൽ നവംബർ 21 വരെയാണ്. 2025 നവംബർ 10 മുതൽ നവംബർ 21 വരെ. ചിലപ്പോൾ ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലായിട്ട് ഞാൻ കണക്കാക്കുന്നത് COP30. അപ്പൊ പഠിച്ചു വെക്കണം, UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30 2025 നടന്ന സ്ഥലം എവിടെയാണ്? ബെലേം, ബ്രസീലാണ്. നടന്ന തീയതി ഏതൊക്കെ തീയതിയിലാണ് നടന്നത്? COP30 നടന്ന 2025 COP30 നടന്നത് 2025 നവംബർ 10 മുതൽ 2025 നവംബർ 21 വരെയാണ്. ഡേറ്റ് ഓർത്ത് വെച്ചാണ്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത പോയിന്റ്, അതുപോലെ തന്നെ COP31 എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. COP31 എന്ന് പറയുമ്പോൾ 2026 നടക്കുന്നതാണ്. അത് തുർക്കിയിലെ അന്റാലിയ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അടുത്ത പോയിന്റ്, സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 8.3 മിനിറ്റ് ആണ് കേട്ടോ. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 8.3 മിനിറ്റ് ആണ്. 8.3 മിനിറ്റുകളാണ്. 8.3 മിനിറ്റുകളാണ് എടുക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. അതിനെയാണ് നമ്മൾ ഏകദേശം 8.3 മിനിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 8.3 മിനിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സമയം ചോദിക്കുകയാണെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. അതിനെയാണ് നമ്മൾ ഏകദേശം 8.3 മിനിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഓപ്ഷൻ നമുക്ക് ഈ മിനിറ്റ് തരാതെ സെക്കൻഡ് ആണ് തരുന്നതെങ്കിൽ പഠിച്ചു വെച്ചോണം, 500 സെക്കൻഡുമാണ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ 500 സെക്കൻഡ് ആണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ, അതായത് 150 മില്യൺ കിലോമീറ്റർ ആണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം കേട്ടോ. ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇതിനെ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ് 15 കോടി കിലോമീറ്റർ. ഇതിനെ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം എടുക്കും? ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.28 സെക്കൻഡ് ആണ് കേട്ടോ. 1.28 സെക്കൻഡുകളാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്, ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് കേട്ടോ. സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ സഞ്ചരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജ് ഹാഡ്രോൾ കോളറൈഡ് കേട്ടോ, LHC എന്ന് പറയുന്നത് ലാർജ് ഹാഡ്രോൾ കോളറൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കണിക ഭൗതിക ഗവേഷണമാണ് കേട്ടോ. കണിക ഭൗതിക ഗവേഷണം. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, ലാർജ് ഹാഡ്രോൾ കൊളൈഡർ എന്താണ്? ലാർജ് ഹാഡ്രോൾ കൊളൈഡർ അഥവാ LHC എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ
പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ പാർട്ടിക്കിൾ ആക്സലറേറ്റർ ആണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് അതിർത്തിയിലെ ജനീവയ്ക്ക് സമീപം ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് അതിർത്തിയിലെ ജനീവയ്ക്ക് സമീപം ഭൂമിക്കടിയിൽ 27 കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചസ് SCR എന്ന് പറയും ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തിപ്പിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ആണ് പ്രവർത്തിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2012 പ്രപഞ്ചത്തിലെ കണികകൾക്ക് പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന കണികയെ കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ് കേട്ടോ. അപ്പൊ ഇവിടെ വെച്ചാണ് 2012 പ്രപഞ്ചത്തിലെ കണികകൾക്ക് പിണ്ഡം അഥവാ മാസ് നൽകുന്ന ഹിഗ്സ് ബോസോൺ എന്ന കണികയെ കണ്ടെത്തിയത് ഇവിടെ വെച്ച് തന്നെയാണ്. ആ ഒരു ഹിഗ്സ് ബോസോൺ കണികയെ പറയുന്ന പേരാണ് ദൈവ കണിക അഥവാ ഗോഡ്സ് പാർട്ടിക്കിൾ എന്നും വിളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രകാശ വേഗതയോട് അടുത്ത വേഗതയിൽ പ്രോട്ടോണുകളെ പരസ്പരം കൂട്ടിയിടിപ്പിച്ചാണ് ഇതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണേ. അപ്പൊ ഈ ഒരു ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് പ്രകാശ വേഗതയോട് അടുത്ത വേഗതയിൽ പ്രോട്ടോണുകളെ പരസ്പരം കൂട്ടിയിടിപ്പിച്ചാണ് ഇതിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ബിഗ് ബാങ്ങിനാണ് ഉൽപ്പത്തിയെക്കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കേട്ടോ. എന്താണ് പ്രധാന ലക്ഷ്യം? എന്താണ്? പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്. അപ്പൊ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം നടക്കുന്നത് എങ്ങനെയാണ്? അണുസംയോജനം വഴിയാണ് കേട്ടോ. അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. അപ്പൊ എന്താണ് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്? രണ്ട് ചെറിയ അണുകേന്ദ്രങ്ങൾ അഥവാ ആറ്റോമിക് ന്യൂക്ലിയസുകൾ ചേർന്ന് വലിയൊരു അണുകേന്ദ്രമായി മാറുന്ന പ്രക്രിയയാണ് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണേ. അണുസംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചെറിയ അണുകേന്ദ്രങ്ങൾ ചേർന്ന് വലിയൊരു അണുകേന്ദ്രമായി മാറുന്ന പ്രക്രിയയാണ് അണുസംയോജനം. സംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോജിക്കുക എന്ന് പറഞ്ഞാൽ യോജിച്ചു പോകുന്നില്ലേ. അപ്പം രണ്ട് ചെറിയ അണുകേന്ദ്രങ്ങൾ ചേർന്ന് വലിയൊരു അണുകേന്ദ്രമായി മാറുന്ന പ്രക്രിയയാണ് അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ നടക്കുമ്പോൾ വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നു. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും പ്രകാശം ഉണ്ടാകുന്നത് ഈ പ്രതിഭാസം വഴിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം വഴിയാണ് എന്താണ് സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും പ്രകാശം ഉണ്ടാകുന്നത് കേട്ടോ. അടുത്ത നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് അണുവിഘടനം. അണുവിഘടനം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ. അപ്പോൾ എന്താണ് അണുവിഘടനം? അണുവിഘടനം എന്ന് പറഞ്ഞാൽ ഭാരമേറിയ ഒരു ആറ്റം വിഘടിച്ച് ചെറുതാവുന്ന പ്രക്രിയയാണ്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലും ആറ്റം ബോംബുകളിലുമാണ് നടക്കുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ന്യൂക്ലിയർ റിയാക്ടറുകളിലും ആറ്റം ബോംബുകളിലും നടക്കുന്ന ഊർജ്ജ പ്രതിഭാസം എന്താണ്? അണുവിഘടനമാണ് കേട്ടോ. അണുവിഘടനമാണ്. ഇനി അടുത്തത് ആൽഫ ബീറ്റ ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നടക്കുന്ന പ്രക്രിയയാണ്. നക്ഷത്രങ്ങളിലെ പ്രധാന ഊർജ ഉറവിടമല്ല ഇവ കേട്ടോ. അപ്പൊ ആൽഫ ബീറ്റ ക്ഷയം എന്താണ്? ഇവ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നടക്കുന്ന പ്രക്രിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് കോശ ശ്വസനം കേട്ടോ. കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ കേട്ടോ. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പൊ എന്താണ് കോശ ശ്വസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വിഘടിപ്പിച്ച് ATP രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണിത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. കോശശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വിഘടിപ്പിച്ച് ഊർജത്തിൽ ATP രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഇത് കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ കോശശ്വസനം നടക്കുന്ന എവിടെയാണ്?
കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് മൈറ്റോകോൺട്രിയയെ കോശത്തിന്റെ ഊർജ്ജ നിലയെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ കോശത്തിന്റെ ഊർജ്ജ നിലയം എന്ന് വിളിക്കുന്നത്. അടുത്തതിന് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഊർജം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, നിർമ്മിക്കപ്പെടുകയല്ല, ഊർജം ആഗിരണം ചെയ്യപ്പെടുകയാണ് ഫോട്ടോസിന്തസിസ് വഴി ചെയ്യുന്നത് കേട്ടോ. അടുത്തത് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരകോശങ്ങളുടെ വിഭജന പ്രക്രിയയാണ്. വളർച്ചയ്ക്കും മുറിവ് ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നു മൈറ്റോസിസ്. പിന്നെ മയോസിസ്. മയോസിസ് എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന കോശങ്ങളുടെ അഥവാ ബീജം, അണ്ഡം തുടങ്ങിയ വിഭജന പ്രക്രിയയാണ് മയോസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദുബായ് വെച്ചാണ് COP28 നടന്നത്. COP30 നടന്നത് 2025 COP30 നടന്നത് ബെലേം, ബ്രസീലിലാണ്. COP31 നടക്കാൻ പോകുന്നത് 2026 COP31 സമ്മേളനം നടക്കാൻ പോകുന്നത് അന്റാലിയ, തുർക്കിയാണ് കേട്ടോ. അന്റാലിയ, തുർക്കിയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, COP28 നടന്നത് ദുബായിലാണ്. COP29 നടന്നത് അസർബൈജാനിലെ ബാക്കു ആണ്. COP30 2025 നടന്നത് ബെലേം, ബ്രസീലിലാണ്. COP31 2026 നടക്കാൻ പോകുന്നത് അന്റാലിയ, തുർക്കിയാണ് കേട്ടോ. തുർക്കിയിലെ അന്റാലിയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ താങ്ക് യു ഓൾ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ വരും ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. താങ്ക്